നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുരളീധരന്റെ പെട്ടി തൂക്കിയാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കും സംസ്ഥാന BJPയെ ഭരിക്കുന്ന തരത്തിലേക്കും വളർന്നു വന്നത് എന്നുള്ള പ്രയോഗം നേരത്തെ തന്നെ ഒരു പ്രമുഖ വനിതാ നേതാവ് ഉയർത്തിയത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ പെട്ടി തൂക്കിയ സുരേന്ദ്രനെ താഴെ ഇറക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് മുരളീധരൻ തന്നെ കയറിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും തീർത്തുകൊണ്ട് ഒരു പെൺപുലിയെന്നല്ല പെൺപുലികൾ എമ്പാടും ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. 2026 പാലക്കാട് എന്ത് സംഭവിച്ചാലും പിടിച്ചെടുക്കാൻ BJPക്ക് 100% സാധിക്കുമെന്ന പ്രതീക്ഷ നിലവിൽ മറ്റ് പ്രവർത്തകർക്കുണ്ട്, മറ്റ് നേതാക്കൾക്കുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ ഉടച്ചു വാർക്കണമെന്ന ഒരൊറ്റ നിബന്ധന മാത്രം. ഇത്തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടുവെന്ന് ഒരിക്കലും പറയാനായി സാധിക്കില്ല. കഴിഞ്ഞ തവണ അങ്ങനെ നഷ്ടമായത് ഇത്തവണ കൊണ്ട് തുലച്ചു എന്ന് തന്നെയാണ് BJP നേതാക്കളടക്കം കുറ്റപ്പെടുത്തുന്നത്. പരസ്യമായിട്ടായിരുന്നാലും രഹസ്യമായിട്ടായിരുന്നാലും പാർട്ടി വിട്ടുപോയെങ്കിലും സന്ദീപ് വാര്യർ ചില നല്ല കാര്യങ്ങൾ, ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പാൽ സൊസൈറ്റിയിലേക്കാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കായിരുന്നാലും ഒരൊറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് പാർട്ടി ചുരുങ്ങുന്നത് പാർട്ടിയുടെ അപജയമാണെന്നും അതുതന്നെയാണ് ഈ പാർട്ടിയുടെ ശാപമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞതും വളരെ ശരിയാണ്, അർത്ഥവത്താണെന്ന് തെളിയിക്കുന്നതാണ് ഇക്കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പ് തോൽവി എന്ന് പറയുന്നത്. ഇതിന് പിന്നാലെ BJP നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പാലക്കാട് നഗരസഭാ അധ്യക്ഷ കൂടിയായിട്ടുള്ള പ്രമീള ശശിധരനും രംഗത്ത് വന്നത് നാം ഏവരും കണ്ടായിരുന്നു. അതിൽ അവർ എടുത്തു പറഞ്ഞ വിഷയം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി. സ്ഥിരം സ്ഥാനാർത്ഥി തന്നെ ഇത്തവണയും മത്സരിച്ചത് തിരിച്ചടിയായി മാറിയെന്നാണ് പ്രമീള പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അന്നും സി കൃഷ്ണകുമാർ ആയിരുന്നു, ഇത്തവണയും സി കൃഷ്ണകുമാർ തന്നെയാണ്. നഗരസഭയിൽ നോക്കിയാലും കൃഷ്ണകുമാർ തന്നെയാണ്, എവിടെ നോക്കിയാലും കൃഷ്ണകുമാർ. അപ്പോൾ പ്രചരണത്തിന് പോയപ്പോൾ സ്ഥിരം സ്ഥാനാർത്ഥി നിന്നു എന്ന അതൃപ്തി പലരും അറിയിച്ചതാണ്. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, തരണം ചെയ്തുകൊണ്ട് പ്രചാരണം നടത്തി. BJPയുടെ പരാജയത്തിന് പിന്നിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും വീഴ്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രമീള പറയുന്നത്. കാര്യം നഗരസഭാ മേഖലയിൽ നിന്നും 7000-ലധികം വോട്ട് കുറഞ്ഞുവെന്ന് തിരഞ്ഞെടുപ്പ് ദിവസം റിസൾട്ട് വന്ന ദിവസം തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ മുഴുവനും നഗരസഭയുടെ തലയിൽ ചാർത്തി രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നതെങ്കിൽ അത് വില പോകില്ല എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ഇനിയിപ്പോൾ 7000 വോട്ട് കൂടുതലായി ലഭിച്ചാൽ കൃഷ്ണകുമാർ എങ്ങനെ വിജയിക്കുമെന്നുള്ളതും ചോദ്യമാണ്. പാർട്ടി പ്രവർത്തകർ സി കൃഷ്ണകുമാറിനൊപ്പം നിന്ന് പ്രവർത്തിച്ചു. ജനങ്ങളിൽ നിന്നുയർന്ന എതിർപ്പിനെയൊക്കെ തന്നെ സുരേന്ദ്രനെ വ്യക്തമായി ഓരോ സമയത്തും ഇടവേളകളിലും അറിയിച്ചുവെന്നാണ് പ്രമീളയും പറയുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ പിന്നീട് വഴിതിരിച്ചുവിട്ട ഈ പ്രചാരണം, വോട്ട് ചോദിക്കാനായി വളരെ വാശിയോടുകൂടി ശോഭ രംഗത്തിറങ്ങിയിരുന്നു. ശോഭയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് പ്രമീള അടക്കം ഉയർത്തുന്നത്. ശോഭയെ ഹൈലൈറ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ചില നേതാക്കളൊക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്ന ആരോപണം നേരത്തെ ഉയർന്നു കേട്ടതാണ്. ഒരുപക്ഷെ ശോഭ തന്നെ അവിടെ മത്സരിക്കണമായിരുന്നുവെന്ന് പോലും വളരെ വ്യക്തമായി ഇപ്പോൾ പലരും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങളും നഗരസഭാ അധ്യക്ഷ പൂർണ്ണമായും ഇങ്ങനെ തള്ളിക്കളയുകയാണ്. തോൽവി BJP കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കാമെന്ന് ആരും തന്നെ ശ്രമിക്കണ്ട എന്ന് BJP ദേശീയ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള N ശിവരാജനും തൊട്ടു പിന്നാലെ പ്രതികരിച്ചു. അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ശിവരാജൻ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പറഞ്ഞിരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റും കൃഷ്ണകുമാറിന്, ഇനിയിപ്പോൾ തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം ശോഭാ സുരേന്ദ്രന്. ഈ നിലപാട് ഒട്ടും തന്നെ ശരിയല്ല എന്നാണ്, സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് പുനഃപരിശോധിക്കാൻ ദേശീയ നേതൃത്വം തയ്യാറാകണമെന്നാണ് ശിവരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ BJP ശക്തി കേന്ദ്രമായിട്ടുള്ള പാലക്കാട് അത് ഇത്രയധികം തിരിച്ചടി ഉണ്ടായത് ഇതിനുള്ള കാരണം ശോഭാ സുരേന്ദ്രൻ പക്ഷമാണെന്നുള്ള ആരോപണം ഉന്നയിച്ച് സുരേന്ദ്രൻ പക്ഷം കൂടി വന്നതാണ് ഇതിനെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റിയത്. ഇനി ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവർ വോട്ട് മറിക്കാനുള്ള നീക്കങ്ങൾക്ക് കൂട്ടുനിന്നു എന്ന ആരോപണം അതിശക്തമായി തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ശോഭ സുരേന്ദ്രൻ പക്ഷം, ഇരുപക്ഷങ്ങളും വലിയ തോതിൽ പരാജയത്തിന് കാരണമായി എന്നാണ് കുറ്റപ്പെടുത്തൽ. പരാജയത്തിന് പിന്നിൽ അതുകൊണ്ട് ശോഭയാണെന്ന് വരുത്തി തീർക്കാൻ മുരളീധരന്റെ പക്ഷവും അതിശക്തമായി ശ്രമിക്കുന്നു എന്ന പരാതി പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കേൾക്കുന്നു. ഇത്രയും ഗുരുതരമായ വിഷയം, പ്രത്യേകിച്ചൊന്ന് പച്ച പിടിച്ചു വരുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്രയും കുത്തിത്തിരിപ്പും കുന്നായ്മയും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നതും വിമർശിക്കുന്നതും. പാലക്കാട് നഗരസഭയിലുള്ള ശോഭയുടെ അനുയായികളായിട്ടുള്ളവർ BJP സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചുവെന്ന് മുരളീധരന്റെ പക്ഷം ആവർത്തിച്ചു പറയുന്നു. ഇതിനെ നിരാകരിച്ചുകൊണ്ടാണ് പ്രമീള അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. പാലക്കാട്ടെ പരാജയം ശോഭാ സുരേന്ദ്രന്റെ തലയിൽ അങ്ങനെ കെട്ടിവെക്കേണ്ട സാഹചര്യമില്ല. ശോഭ അവിടെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുവെന്ന്
സി കൃഷ്ണകുമാർ തന്നെ തുറന്നു പറഞ്ഞതാണ്. ഇതുമൂലമുണ്ടായ ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്ക് വെച്ച് ചില പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന ആരോപണത്തെ പോലും വ്യക്തമായി ഖണ്ഡിക്കാൻ സി കൃഷ്ണകുമാർ രംഗത്ത് വന്നിരുന്നു. ശോഭയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ തന്നെ അവിടെ നോക്കി കാണേണ്ടതില്ല എന്നും ശോഭ കൃത്യമായ രീതിയിൽ അവിടെ പ്രചാരണത്തിന് ഇറങ്ങി പങ്കെടുത്തുവെന്നും അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയതിനെ പോലും മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നൊക്കെ സി കൃഷ്ണകുമാർ പറയുമ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ എന്തുകൊണ്ട് പിന്നീടും ഇങ്ങനെ ആരോപണങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് അവിടെ വിലയിരുത്തപ്പെടേണ്ടത്. കെ സുരേന്ദ്രന് വി മുരളീധരൻ സംരക്ഷണ വലയം ഒരുക്കുന്നു എന്ന ആരോപണം ഇന്നല്ല, കുറെ കാലമായി കേൾക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പാലക്കാടുള്ള മണ്ഡലത്തിൽ 2011 തിരഞ്ഞെടുപ്പിൽ BJP വോട്ട് നില നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരികയായിരുന്നു. 2011 മുതൽ 2021 വരെ 10 വർഷക്കാലം നല്ല രീതിയിലുള്ളൊരു വളർച്ചയിലേക്കാണ് കടന്നത്. പക്ഷേ ഇത്തവണയാകട്ടെ 10,000-ലധികം വോട്ട് ഒറ്റയടിക്കായി കുറഞ്ഞു. 50,000 വോട്ട് വരെ സമാഹരിച്ച കഴിഞ്ഞ ഈ ശ്രീധരൻ മെട്രോമാൻ്റെ തിരഞ്ഞെടുപ്പ് കാലം വരെ 50,000-ലധികം വോട്ട് സ്വരൂപിക്കുകയും ഒപ്പം 3,800 എന്ന ഒരു സംഖ്യയിൽ പിടിച്ചു നിർത്താനായി സാധിക്കുകയും ചെയ്തുവെങ്കിൽ ഇത്തവണ അത് വലിയ തോതിൽ ക്ഷീണമായി തന്നെയാണ് മാറിയത്. മറിച്ച് UDFന് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ സാധിച്ചു. ഷാഫി പറമ്പിൽ എന്ന ശക്തനായ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടാനായി രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞത് തന്നെയാണ് BJPയുടെ അപജയമായി എടുത്തു കാട്ടുന്നത്. ചൊവ്വാഴ്ച പാർട്ടി നേതൃയോഗം ചേർന്ന് ഇതേക്കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. 2011 മുതൽ 2021 വരെ BJPയുടെ വോട്ട് നില കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് പോലും കൃഷ്ണകുമാറിന് ഇപ്പോൾ കിട്ടാതെ ഇരുന്നത് തന്നെയാണ് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയമായി മാറുന്നത്. NDAക്ക് 33 ബൂത്തുകളിൽ 100-ൽ താഴെ വോട്ട് കിട്ടിയ സമയത്ത് 4 എണ്ണത്തിൽ ഒറ്റ സംഖ്യ മാത്രമാണ്, അതായത് 10-ൽ താഴെ വോട്ട് നേടിയ ബൂത്തുകളാണ് 4 എണ്ണമെന്ന് പറയുന്നത്. 2 ബൂത്തിൽ മാത്രമാണ് UDFന് വോട്ട് 100-ൽ താഴെ പോയത്. മറ്റെല്ലായിടത്തും അവർക്ക് മികച്ച രീതിയിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിച്ചു. രണ്ടും നഗരസഭാ പരിധിയിൽ തന്നെയാണുള്ളത്. നഗരസഭയിൽ നിന്നാണ് UDFന് ചെറിയ തോതിലെങ്കിലും ഒരു വോട്ട് കുറഞ്ഞതായി പറയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും മറ്റു മേഖലകളിലൊക്കെ തന്നെ പിടിച്ചു കെട്ടാൻ അവർക്ക് കഴിഞ്ഞു. മൂത്താന്തറ കർണകീയമൻ സ്കൂളിലെ 56-58 നമ്പർ ബൂത്തുകളിലാണ് ഇങ്ങനെ സംഭവിച്ചത്. പാലക്കാട് നഗരസഭാ പരിധിയിൽ BJPക്ക് 13 ബൂത്തിൽ 100-ൽ താഴെ മാത്രമാണ് വോട്ട് കിട്ടിയത്. അതിൽ 4 എണ്ണത്തിൽ ഇങ്ങനെ 10-ൽ താഴെ വോട്ട് പോയത് ശരിക്കു പറഞ്ഞാൽ ആരുടെ പിഴവാണെന്നുള്ളത് വീണ്ടും ഒന്ന് വിലയിരുത്തേണ്ടതാണ്. നഗരസഭ ഭരിക്കുന്നത് BJP ആയിട്ട് പോലും ഇത്രയും വലിയൊരു വീഴ്ച അവർക്കുണ്ടായത് ഇനി ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കേണ്ടതാണ്. അതുകൊണ്ട് 26-ന് മുൻപ് അത് പരിഹരിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിനോട് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച തന്നെയാണെന്നുള്ള ആരോപണം ശക്തമായി പ്രാദേശിക നേതാക്കൾ ഉയർത്തുമ്പോൾ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷനും പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുവെന്ന് സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അതുയരുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം സുരേന്ദ്രൻ തന്നെ ഏറ്റെടുക്കുകയാണ്. എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയത്തിന്റെ ക്രെഡിറ്റ് മറ്റാർക്കെങ്കിലും തോൽവിയുടെ ഉത്തരവാദിത്തം പാർട്ടി പ്രസിഡന്റിലേക്കുമാണ് നീളുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം തന്നെ ആയിരിക്കും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഉറപ്പായും അത് ചെയ്യുമെന്നാണ് സുരേന്ദ്രന്റെ വാദം. പാർട്ടിയിൽ ചില കോൺഗ്രസ് അനുകൂലികളുണ്ട്. ഇങ്ങനെ ഒരു സൂചന സുരേന്ദ്രൻ നൽകുകയാണ്. സന്ദീപ് വാര്യർക്ക് പിന്നാലെ മറ്റു ചിലരും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിന് പിന്നാലെ സംശയം ഉയരുന്നത്. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFുമായി സഹകരിക്കാത്തതിന്റെ ചുരുക്ക് പലർക്കുമുണ്ട്. അവരാണ് ഈ വിവാദങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. പക്ഷേ രാജ്യസന്നദ്ധത അറിയിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഇപ്പോൾ അദ്ദേഹം തയ്യാറായിട്ടില്ല. കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു ഒരു മാറ്റത്തിനുള്ള തീരുമാനമൊന്നും തന്നെ തങ്ങൾ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത്. എല്ലാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കി സ്ഥാനാർത്ഥി നിർണയം കൃത്യമായി തന്നെ നടത്തും. അതുപോലെ തന്നെയാണ് കൃഷ്ണകുമാറിനെ തിരഞ്ഞെടുത്തത്. പാർലമെന്ററി ബോർഡിന്റെ വിശദമായ പരിശോധനയുണ്ട്. അതിലായിരിക്കും അത് തീരുമാനിക്കുക. അവസാന സമയം വരെ കൃഷ്ണകുമാർ തന്നെ നിർത്തരുത്, മത്സരിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. 3000 വോട്ടിൽ നിന്നും 5000 വോട്ടുകൾ മലമ്പുഴയിലെ ചെങ്കോട്ടയിൽ നിന്ന് കിട്ടിയ വ്യക്തി കൂടിയാണ് കൃഷ്ണകുമാർ. അക്കാര്യം നിങ്ങൾ ആരും തന്നെ മറക്കല്ലെന്നുള്ള ഒരു സൂചന കൂടി സുരേന്ദ്രൻ ഉയർത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി മോഹികളൊന്നും തന്നെ ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഇതൊക്കെ തന്നെ മാധ്യമ വാർത്ത തന്നെയാണ്. ഇനി സ്ഥാനാർത്ഥി നിർണയം അത് കുമ്മനം രാജശേഖരനാണ് പാലക്കാടുള്ള നിർണയത്തിന്റെ പ്രധാന ചുമതല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ വിശദമായി തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം അത് ചർച്ച ചെയ്തു. നിർഭാഗ്യവശാൽ പട്ടികയിൽ വന്ന 2 ആളുകൾ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. ഇക്കാര്യം കൃത്യമായി നോട്ട് ചെയ്താണ് കേന്ദ്ര നേതൃത്വത്തിന് താൻ കത്തയച്ചതും. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഒരിക്കലും BJPക്കില്ല.
കൃഷ്ണകുമാർ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് സുരേന്ദ്രൻ എടുത്തു പറയുമ്പോൾ മറ്റ് 2 പേർ താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഒഴിവാക്കി എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ 3 പേർക്കും താല്പര്യമില്ലാഞ്ഞിട്ട് എങ്ങനെയാണ് ഏകകണ്ഠേന കൃഷ്ണകുമാറിനെ തിരഞ്ഞെടുത്തത് എന്നുകൂടി ഈ അവസരത്തിൽ സംശയം ഉയർത്തുന്നുണ്ട്. BJP നേതാക്കളുടെ പരസ്യ പ്രസ്താവനകളൊക്കെ തന്നെ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. ശരിയായ രീതിയിലല്ല പ്രവർത്തിച്ചെങ്കിൽ ഓഡിറ്റിംഗിന് വിധേയനായിരിക്കുമെന്നും സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.